30 വെള്ളിക്കാശിന് തൻ്റെ സ്വന്തം ഗുരുവായ യേശുവിനെ ഒറ്റിക്കൊടുത്ത യൂദ അവനെ ശിക്ഷയ്ക്ക് വിധിച്ചു എന്ന് കണ്ട് അനുതപിക്കുകയും കിട്ടിയ വെള്ളിക്കാശ് മടക്കിക്കൊണ്ടുവന്ന് ഞാൻ കുറ്റമില്ലാത്ത രക്തത്തെ കാണിച്ചു കൊടുത്തതിനാൽ ഞാൻ പാപം ചെയ്തു എന്ന് പറഞ്ഞു. എന്നാൽ അവർ പോലും യൂദായെ കൈവിട്ടു. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞെങ്കിലും അനുതപിച്ചു മാനസാന്തരത്തിലേക്കും രക്ഷയിലേക്കും വന്നതുകൊണ്ട് ജീവനിലേക്കും. യൂദ അനുതപിച്ചെങ്കിലും കുറ്റബോധത്താലും നിരാശയിലും പെട്ട് മരണത്തിലേക്കും പോവുകയും ചെയ്തു. ദൈവം നമ്മോട് പറയുന്നത് മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ എന്നാണ്. കുറ്റബോധവും നിരാശയുമല്ല, അത് ദൈവീകമല്ല, അത് മരണത്തെയാണ് കൊണ്ടുവരുന്നത്. മാനസാന്തരത്തിലൂടെ നമ്മുടെ പാപങ്ങൾ ഏറ്റെടുത്ത നമ്മുടെ രക്ഷകനിലേക്ക് വരിക, അതായിരിക്കണം ചെയ്യേണ്ടത്. അത് ഒരുവനെ മരണത്തിലേക്കല്ല, ജീവനിലേക്ക് കൊണ്ടുവരുന്നതാണ്.